നമ്മൾ അടുത്തൊരു വീഡിയോ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ മുണ്ടക്കയം വിടുകയാണ്. അപ്പം എന്താണ്ട് നമ്മൾ ഈ വണ്ടി കയറി നേരെ പോവാണ് അടൂരേക്ക്. അങ്ങനെ അടൂര് ചെന്ന് അവിടുന്ന് KSRTC ബസ്സും പിടിച്ച് വേണം പോകാൻ. ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് നമ്മുടെ കൂട്ടരം വിളിച്ചിട്ട് പറഞ്ഞു, എടാ നേരെ മുണ്ടക്കയം വിട്ടു, അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, അതിൽ കയറിക്കോളാം. അങ്ങനെയാണ് നമ്മൾ അടൂര് KSRTC ബസ് സ്റ്റാൻഡിലെത്തി. അങ്ങനെ നേരെ നടന്ന് KSRTC ഓഫീസിലേക്ക്. അങ്ങനെ അവിടെ ചെന്നിട്ട് ചോദിച്ചു മുണ്ടക്കയത്തേക്ക് എപ്പോൾ ബസ്. അപ്പം പറഞ്ഞു 9 മണിയാകുമ്പോഴാണെന്ന്. ചിലപ്പം കാണില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഓപ്പോസിറ്റുള്ള പ്രൈവറ്റ് ബസ് പിടിച്ച് നേരെ പത്തനംതിട്ട എത്തി. അങ്ങനെ കണ്ട പത്തനംതിട്ട എത്തി, അവിടെ ചെന്ന് ഇറങ്ങി. മുണ്ടക്കയത്തുള്ള പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നേരെ പത്തനംതിട്ട ചെന്ന് ഇറങ്ങി അവിടുന്ന് എരുമേലിക്കുള്ള ബസ് കയറണം. അങ്ങനെ കണ്ട ഇവിടെ വന്ന് എരുമേലിക്കുള്ള ബസ് ഉണ്ടോ ചോദിച്ചു, പറഞ്ഞു ഇവിടെ ഇല്ല, KSRTC പോകണം. അങ്ങനെ കണ്ട നേരെ ഇതുവഴി നടന്ന് KSRTC ബസ് സ്റ്റാൻഡിലെത്തി. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, എന്നാൽ പിന്നെ ഒരു ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ കയറി ഒരു ജ്യൂസ് മേടിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ശുഭം. രാവിലെ ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഒറ്റ വലിക്കുക ജ്യൂസും വലിച്ചു കയറ്റി നേരെ മുണ്ടക്കയം ബസ് തേടി. എരുമേലി. അങ്ങനെ താണ്ട നേരെ ചെന്നപ്പോഴാണ് തേടി ഉള്ളി കയറി ചുറ്റി താണ്ട കിടക്കുന്ന മുണ്ടക്കയം ബസ്. അങ്ങനെ മുണ്ടക്കയം ബസ്സിൽ കയറി. മുണ്ടക്കയം ബസ്സിൽ കയറി താണ്ട യാത്ര തുടർന്നു. അങ്ങനെ KSRTC കൊടുക്കുകയൊക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടി, എന്നാലും കുഴപ്പമില്ല, നേരെ വെച്ചങ്ങ് പിടിച്ചു. അപ്പം താണ്ട നല്ല മഴ. ദൈവമേ, റാന്നി എത്തി. താണ്ട റാന്നി ബസ് സ്റ്റാൻഡിൽ കയറി ബസ് അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരും കയറ്റി നേരെ വിട്ടു. കാരണം നമ്മളിപ്പോൾ എരുമേലി ഫോറസ്റ്റ് ആണ് കയറിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഏറ്റവും വിഷമം തോന്നിയ കാര്യമാണ് ഈ കാട്ടിനകത്ത് മൊത്തം വേസ്റ്റ്. എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് കൊണ്ട് കാട് നശിപ്പിക്കുന്നത്? അങ്ങനെ തന്നെ അവിടെ നമ്മൾ എരുമേലി എത്തി. അങ്ങനെ എരുമേലി ചെന്നിറങ്ങിയപ്പോഴാണ് മറ്റേ പുള്ളി വിളിച്ചിട്ട് പറയുന്നത് നേരെ മുണ്ടക്കയതല്ല, അവിടുന്ന് പള്ളിക്ക് വന്നോളാൻ. അങ്ങനെ എരുമേലി ചാടി ഇറങ്ങി ഇവിടെ ഓട്ടക്കാരനോട് ചോദിച്ച് നേരെ നടന്നു. അപ്പോൾ പറഞ്ഞു നമ്മുടെ വാവരുപള്ളി ഉണ്ടല്ലോ, അവിടെ ചെന്ന് നിന്നാൽ മതി, അവിടുന്ന് ബസ് കിട്ടുന്നത് കാഞ്ഞിരപ്പള്ളി റൂട്ടാണ്. അങ്ങനെ നേരെ അവിടെ ചെന്ന് നിന്ന് ഇവിടെ ഏതോ കടയുടെ ഉദ്ഘാടനമാണ്. നന്നായി വരട്ടെ. അങ്ങനെ നേരെ അവിടുന്ന് കയറി ബസ് സ്റ്റാൻഡിലെത്തി. അങ്ങനെ എരുമേലി ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് അവിടുന്ന് ഇനി ബസ് കയറി നേരെ കോപ്പള്ളിയിലേക്ക്. എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ എന്ന് കരുതി മുന്നോട്ട്. എന്തായാലും ഇന്നത്തെ ഒരു യാത്ര നല്ല രസമായിരുന്നു. 5 ബസ്സാണ് മാറി കയറിയത്. എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് തുടർന്നു. അങ്ങനെയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ആയ കൂപ്പള്ളി എത്തി. ഇവിടെ എത്തി പുള്ളിക്കാരനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് വരണമെന്ന്. അപ്പം നമ്മൾ നേരെ ഈ ഓട്ടോക്കാരൻ ചേട്ടൻ്റെ സഹായം തേടി. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടുന്ന് 80 രൂപ. ചേട്ടാ എന്നാ വാ പോകാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ വിട്ടു ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. കണ്ട വീട് കണ്ടില്ല, എന്ത് ഭംഗിയാണ്. അങ്ങനെ പോകുന്തോറും റബ്ബറും തോട്ടത്തിൻ്റെ എണ്ണങ്ങളും കൂടി. ഇതേതോ എസ്റ്റേറ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനായ സ്ഥലത്തെത്തി. അങ്ങനെ നേരെ ഓട്ടോ ഇറങ്ങി നേരെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.